ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഈ തമിഴ് സിനിമകളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല തരത്തിലുള്ള ത്രെഡുകളെ കൊണ്ടുവന്ന് അവർ പ്രസൻറ്റ് ചെയ്ത് പല പരീക്ഷണ ചിത്രങ്ങളും തമിഴ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സിനിമയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരനുമായിട്ടുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്ന അദ്ദേഹം ചാരുകസേരയിലിരുന്ന് മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് രണ്ട് മക്കളാണ്. ഒരാൾ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, രണ്ടാമത്തെ ആൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ വെള്ളമടിയും കാര്യപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വിവാഹിതരാണ്, വലിയൊരു ഫാമിലിയാണ്. പക്ഷേ മരണത്തിനിടയിൽ ഇദ്ദേഹം ബാക്കി വയ്ക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ സിനിമയുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. എന്നാലും അദ്ദേഹത്തിൻ്റെ മരണത്തിലും അദ്ദേഹത്തിന് ലിംഗോത്തേജനം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് താഴ്ന്നില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം. ആ ഒരു സംഭവത്തിനെ വെച്ചുകൊണ്ട് ഒരു സിനിമ എങ്ങനെ ഫുൾ ത്രൂ ഔട്ട് കോമഡി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ഇളങ്കോ രാമനാഥൻ എന്ന് പറയുന്ന ഡയറക്ടറും ബാലാജി ജയരാമൻ എന്ന് പറയുന്ന റൈറ്ററും കൂടെ ചേർത്ത് ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നത് സുനിൽ റെഡ്ഡിയും വൈഭവുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് ഭയങ്കര രസമാണ്. കാരണം വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു പടമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു വീട്, ആ വീടിനുള്ളിലെ മുറി, ആ വീട്ടിലെ ബന്ധുക്കാരായിട്ട് നിന്ന വളരെ കുറച്ച് ആക്ടേഴ്സ്, ഇവർ എത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഈ കുടുംബത്തിനെ ഏതൊക്കെ തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. മക്കളുടെ വിവാഹം കഴിഞ്ഞു, പക്ഷേ ആ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെടും, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടും. പോരാത്തിന് മൂത്ത മകൻ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, അയാൾ ഏതൊക്കെ തരത്തിൽ ലൈഫിൽ സഫർ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ ഇവരെങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളതാണ് ഈ സിനിമയിലെ പ്രധാന എലമെൻറ്റ്. അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തു വെക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു രക്ഷയില്ല, ഭയങ്കര രസമായിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഇവരടിക്കുന്ന കൗണ്ടറുകളാണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഈ സിനിമയിൽ തുടക്കത്തിൽ അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കണ്ടെത്തലുകളുമായിട്ട് കുറേ ആൾക്കാർ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സിനിമകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു എലമെൻറ്റിനെ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരേക്കും ആ ഒരു സംഭവത്തിനെ ഭയങ്കരമായിട്ട് പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെ കോമഡികൾ ഉരുത്തിരിച്ചെടുക്കാവോ അതിനെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെയും കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ച് ഭയങ്കര രസമായിട്ട് കൊണ്ടുവരും. ആ അമ്മാവനൊരു രക്ഷയില്ല, പുള്ളിക്കാരൻ ഗംഭീര പെർഫോമൻസാണ്. പുള്ളിയെ നമിച്ചു കൊടുക്കണം കേട്ടോ. പുള്ളിയുടെ ക്യാരക്ടറിനകത്തുള്ളൊരു പ്രത്യേകതയും സംഭവങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം മുനീഷ്കാന്തിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്, സരവണൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്, റെഡിൻ കിങ്സിൽ മറ്റേ സാധാരണ പടങ്ങളിലെ പണം അയ്യോ ആ സാധനമൊന്നും വെക്കാതെ നൈസായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. കൂടുതൽ ഓവറാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഹോസ്പിറ്റൽ സീൻ ഒരു രക്ഷയില്ല. ഹോസ്പിറ്റലിൽ വന്നിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്, അതൊരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അതുപോലെ തന്നെ പല സീക്വൻസുകളും പിറ്റേന്ന് രാവിലേക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഇതെല്ലാം, അതുപോലെ തന്നെ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇതെങ്ങനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുറേ സിറ്റുവേഷണൽ കോമഡികളെ ബേസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ത്രൂ ഔട്ട് ഫൺ പിടിച്ചിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇതിനിടയിൽ അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ ചില സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ എലമെൻറ്റ്സും ഒരു ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നൈസായിട്ട് അവർ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യാനുണ്ടോ? ഇല്ല, പക്ഷേ ചെയ്യുന്നവരെല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൗണ്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര രസമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിക്കൊന്നും ഇല്ലാതെ അത്യാവശ്യം ചിരിക്കാനുള്ള ക്രൂഡ് കോമഡി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അഡൽട്ട് കോമഡികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സാധനമൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് പെരുസ്. ഇത് തിയേറ്ററിൽ വന്നിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനെ റിലീസായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ലേറ്റായിട്ട് കാണുന്നത്. എനിവേ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മൂവിയുടെ പേര് പെരുസ് എന്നാണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് പുതിയ സിനിമകൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകളും അതുപോലെ തന്നെ റോസ്റ്റിങ്ങുകളും റിവ്യൂകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും.